കൊല്ലത്ത് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങൾ ഒത്തിരിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് താന്നി ബീച്ച്. കൊല്ലം ബീച്ചോളം വരില്ലേലും അവിടുത്തെ തിരക്കിന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് സമാധാനത്തോടെ ഇരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും താന്നി ബീച്ചാണ് തിരഞ്ഞെടുക്കുന്നത്. ഒരു സൈഡിൽ കായലും മറ്റൊരു സൈഡിൽ കടലും പിന്നെ സൂര്യാസ്തമയമൊക്കെ കണ്ടിട്ട് അവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. അതൊക്കെയാണ് താന്നി ബീച്ചിനെ സ്പെഷ്യൽ ആക്കുന്നത്. ഇവിടെ ആകെയുള്ള ഒരു കുറവെന്ന് പറഞ്ഞാൽ നല്ല ഫുഡ് സ്പോട്ടുകളില്ല. സത്യം പറഞ്ഞാൽ അതൊന്നും ഇവിടെ വരാത്തേ നല്ലത്. ഇപ്പൊ ഇച്ചിരിയെങ്കിലും സമാധാനമുണ്ട്. കൊല്ലം ബീച്ചും താന്നി ബീച്ചും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലം ബീച്ചിൽ പോയി കഴിഞ്ഞാൽ അത് മാത്രമേ കാണാനുള്ളൂ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കടലിനും കായലിനും നടുക്കൂടിയുള്ള സുന്ദരമായ റോഡും, ഇവിടുന്ന് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ഇതേ കടലും കായലും ഒന്നിക്കുന്ന പൊഴിക്കരയും, അവിടുന്ന് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ കാപ്പിൽ ബീച്ചും, അവിടുന്ന് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ വർക്കല ബീച്ചും, അങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ. പൊഴിക്കരയെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ ഇത് വിവരിക്കുന്നില്ല. ഇതിനു മുന്നേ പൊഴിക്കരയ്ക്ക് വേണ്ടി മാത്രം സ്പെഷ്യൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടായിരുന്നു. എടുത്തു പറയേണ്ടുള്ള ഒരു കാര്യം, കൊല്ലം ബീച്ച് ഡേഞ്ചർ ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അത്രത്തോളം ഡേഞ്ചർ തന്നെയാണ് താന്നി ബീച്ച്. പിന്നൊരു കാര്യം, ഇവിടുത്തെ റോഡ് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഒരാഴ്ച വേണ്ടി വരും എല്ലാം ഒന്ന് കറക്റ്റായി വരും. അപ്പൊ ശരി, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. നല്ല കിടില ഒരു സ്പോട്ടുമായിട്ട് പിന്നെ വരാം.